നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇപ്പോൾ ഒരാൾ എന്തായാലും നമ്മൾ നെഞ്ചിലേറ്റി വിട്ട ആദില അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ സ്നേഹമൊക്കെ പിടിച്ചു വാങ്ങി അവിടെ ചെന്ന് കളി തുടങ്ങിയോട് കൂടിയിട്ടാണ് ആദിലയുടെ ശരിക്കുള്ള തനി കുണം എല്ലാവരും കണ്ടു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്തുണ്ടായി, മോഹൻലാൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളാരും വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ മൂപ്പര് അവിടെ നിന്ന് പുറത്തായിട്ട് കൂടിയിട്ട് നേരിട്ട് ലാലേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ലാലേൻ്റെ വീട്ടിൽ പോയിട്ട് സുചിത്രയായിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നേരിട്ട് ബിഗ് ബോസിലേക്ക് വരും. അപ്പോൾ വേറെ ആരും ഒരു വീട്ടിലും കയറ്റാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ അനുമോള് ഒരു വലിയൊരു രഹസ്യം നമ്മുടെ ആദിലേക്ക് കൈമാറി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലെ നീ പുറത്ത് പോകാണല്ലോ, ഞാൻ ഈ നാപ്കിയിലൊരു നമ്പർ എഴുതി തന്നിട്ടുണ്ട്, ഇതെൻ്റെ PR-ൻ്റെ നമ്പറാണ്, നീ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി അപ്പം തന്നെ ലാലേൻ്റെ വീട്ടിലേക്ക് പോകണം. ലാലേൻ്റെ വീട്ടിൽ പോക്കോ, ലാലേൻ്റെ വീട്ടിൽ പോയിട്ട് ചോറുണ്ണും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നീ പുറത്ത് വരുമല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ നമ്പറിലൊന്ന് വിളിക്കുക. ആ നമ്പറിൽ വിളിച്ചിട്ട് പറയാം, ഇത് എൻ്റെ PR-ൻ്റെ നമ്പറാണ്, ഇപ്പം ഞാൻ അവന് 16 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കണത്. അവ ഇപ്പോൾ ഒരു 30 ലക്ഷത്തിൻ്റെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ലക്ഷം കൂടി ഞാൻ അവിടെ എത്തിക്കാം അവനെന്ന് പറയും. ഇപ്പോൾ കപ്പ് എനിക്കാന്നുള്ള കാര്യം ഉറപ്പായല്ലോ, ഒരു 2 ലക്ഷം കൂടി ഞാൻ അവിടെ എത്തിക്കാം. എനിക്ക് ഏറ്റവും അധികം തലവേദനയും ഏറ്റവും അധികം പേടിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ അക്ബർ തന്നെയാണ്. അക്ബറിനെ നമുക്കൊന്ന് ടാറടിക്കണം. അക്ബറിൻ്റെ കുടുംബക്കാരെ അടുത്ത് പോയിട്ട് തെറി പറഞ്ഞതൊന്നും പോരാ, അവനെതിരായിട്ട് കുറേ വീഡിയോകൾ ഇറക്കണം. അതുപോലെ തന്നെ തെറിയുടെ ശക്തി ഒന്ന് കൂട്ടണം. അതുപോലെ തന്നെ അവൻ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫേക്കായി നിൽക്കുന്നത് കളിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരെ ഉപദ്രവിച്ചത്, അവൻ പഴയ കാര്യങ്ങൾ ചെയ്തത്, അവൻ എൻ്റെ മേൽ വന്നൊരു എന്തൊട്ടൊരു കുന്തം കൊണ്ട് കുത്തിയത്, അതുപോലെ തന്നെ കാറിൽ ചെന്നിരിക്കുമ്പോൾ അവൻ്റെ കൈ എൻ്റെ മെക്കട്ടിക്ക് വന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവൻ കുറേ ആൾക്കാരെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്, തള്ളയ്ക്ക് വിളിച്ചിട്ടുണ്ട്, സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പൊക്കി കൊണ്ടുവരണം. ആ പൊക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ അക്ബറെ ഒരു നാറാണക്കല്ല് പറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ലക്ഷം. അത് നീ വിളിച്ച് അവനോട് പറയും. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. അതുപോലെ തന്നെ ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് ഭൂരിപക്ഷം വളരെ വളരെ കൂടുതൽ വേണം. അതുകൊണ്ട് അവനോട് പറയും, അവന് ആന്ധ്രാപ്രദേശിലെ PR-ആയിട്ട് നല്ല ബന്ധമാണ്, ബോംബെയിലെ PR-ആയിട്ട് അവന് നല്ല ബന്ധമാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ നമ്മുടെ മലയാളികൾ പഠിക്കുന്ന കോളേജുണ്ട്, അവിടെ ആയിട്ടുള്ള എല്ലാം നല്ല ബന്ധമാണ്. അവിടേക്കൊക്കെ കാശെടുത്ത് വാരി എറിയാൻ അവനോട് പറയണം. എന്നിട്ട് അവിടെ നിന്നൊക്കെ വോട്ട് വരണം. വോട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ഫോൺ നീ ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കപ്പ് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളെ ഞാൻ അവിടെ നിർത്തിയിട്ടാണ് പോണത്, നൂറേനെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കല്ല വോട്ട് കിട്ടുക, എൻ്റെ നൂറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ നൂറയ്ക്ക് എന്തായാലും കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ നൂറേനെ എനിക്ക് മോഹൻലാലിൻ്റെ ഒരു കൈ പിടിപ്പിക്കണം. ഒരു കൈ നീ പിടിച്ചോ, ഒരു കൈ അവളെ കൊണ്ട് പിടിപ്പിക്കണം. അത് വലിയ ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം തന്നെ സാധിച്ചില്ല. ഞാനിങ്ങനെ മിഡ് വീക്കിൽ ഞാൻ ഔട്ടായി പോയ കാരണം മോഹൻലാലിനെ കാണാനോ കെട്ടിപ്പിടിക്കാനോ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ആ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ അവസരം അവൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കരുക്കൾ നീ നീക്കണം അതിനുള്ളിൽ. എൻ്റെ നൂറേനെ നീ 2 ദിവസം നീ കാത്തു സൂക്ഷിച്ച് നോക്കണം. അവളെ ഒന്നും പറയരുത് എന്നുള്ള എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടാണ് ഈ നമ്മൾ അതിലെ പുറത്ത് പോയി നോക്കണത്. അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കിയാൽ, എന്തൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ വരെ പുറത്ത് പോണ ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞു വെച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ കരുക്കൾ നീക്കണത് പുറത്ത് പോണ ആൾക്കാരാണ്. അപ്പോൾ അത്രയും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവരെ ഭയങ്കര നെറ്റ്വർക്കാണ് PR-ൻ്റെ. ഒരാളെ ഈ ആഴ്ച ഔട്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടാക്കിയിരിക്കും. അതാണ് പറയണത്. ഇപ്പം തന്നെ വെല്ലുവിളിച്ചല്ലോ ഈ അനുവിൻ്റെ PR തന്നെയാണ് അവിടെ, വക്കീലിൻ്റെ PR-ഉം ബെന്നിയുടെ PR-ഉം ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ അവൻ വെല്ലുവിളിച്ചല്ലോ. എനിക്ക് ആദ്യത്തെ ഒരു ചീള് കേസാടനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്കതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്. ഞാൻ എന്ത് വില കൊടുത്തും, ഇനിയിപ്പോൾ എന്ത് പൈസ നഷ്ടം വന്നാലും, എൻ്റെ സമ്പാദ്യം മുഴുവൻ പോയാലും ഞാൻ നോട്ട് മേടിച്ച് അനുമോൾക്ക് ഞാൻ കിരീടം തലയിൽ മേടിച്ച് വെച്ച് കൊടുക്കും. അത് അവൾ തന്ന 16 ലക്ഷത്തിനൊന്നും അതിനേക്കാളും കൂടുതൽ ഞാൻ 50 ലക്ഷം വലിച്ചെറിഞ്ഞാലും അവളെ വിന്നറാക്കും. അതെൻ്റെ വാശിയാണ്. കാരണം അടുത്ത സീസണിൽ അവൻ്റെ മൂല്യം കൂടും.
16-ൽ നിന്ന് 25 മാറും. 25 ലക്ഷം ഇവന് PR, 25 ലക്ഷം മത്സരാർത്ഥിക്ക്. അങ്ങനെയായി മാറും. ആ മൂല്യം മാറുന്നതും ഇതിൻ്റെ ലാഭം കിട്ടുന്നതും PRകൾക്കാണ്. അപ്പോൾ ഈ PR കളി അവസാനിപ്പിക്കുന്നതിന് ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇറങ്ങണം. ഈ വോട്ടിംഗ് പാറ്റേൺ കംപ്ലീറ്റ് പൊളിച്ചെഴുതണം. പാവപ്പെട്ട 2 കോടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഉള്ള അവസരം ഉണ്ടാക്കണം. 2 കോടി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കണം. എന്നാലാണ് ഇത് ജെനുവിനാന്ന് പറയുള്ളൂ. ഇതിപ്പോൾ PRകൾ വിചാരിച്ചാൽ കപ്പ് പോയി. ബിഗ് ബോസോ എന്താണ് പകുതിക്കും കഴിഞ്ഞ് മുക്കാലും കഴിഞ്ഞ് പടം കഴിയുന്ന നേരത്ത് പിന്നെ അവരിതൊന്നും നോക്കില്ല. ആരെങ്കിലും നിലയിൽ ഇത് കൊണ്ടുവച്ച് കൊടുക്കുക, അവരെ പണി കഴിഞ്ഞ് അവർ പോരുക. അവർക്ക് പരസ്യത്തിൻ്റെ കാശും കിട്ടി, എല്ലാം കിട്ടി, ലാഭം കിട്ടി, ഇഷ്ടം പോലെ കോടികൾ അവർക്ക് വന്നു. ഇനിയിപ്പോൾ കപ്പ് ഒരു 50 ലക്ഷം ആർക്ക് കൊടുക്കാലും എന്താ, ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പോൾ അത് പോരാ. ജനങ്ങളെ നിങ്ങൾ കാണണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് നിലനിൽക്കുന്നത്. ജനങ്ങളുടെ ഒരു ഉത്സവമാണ് ബിഗ് ബോസിൻ്റെ സീസൺ. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ മാറ്റണം. എല്ലാവർക്കും ആ കുണ്ടാമുണ്ടിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ആപ്പുകളിൽ കയറിയിട്ടോ ഒന്നും വോട്ട് ചെയ്യാനൊന്നും പറ്റൂല, അറിയൂല. എല്ലാവരും ആപ്പും ഇല്ല. അപ്പോൾ ടെലിഗ്രാമിലൊക്കെ കയറി ചെയ്യാം, പക്ഷെ അതൊന്നും ആർക്കും അതിന് ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അടുത്ത സീസണിലൊന്ന് പരിഹരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.